നടത്തിവരുന്ന മലയാളം വെബിനാറിന്റെ 1817 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ പതിവ് പോലെ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ഡോക്ടർ നജീബ് അഹമ്മദാണ്. അദ്ദേഹം നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തു കഴിഞ്ഞു. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസിന്റെ വിഷയം കൂർക്കം വലി, ഉറക്കം, ആരോഗ്യം. ഇതെല്ലാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉറങ്ങിയാൽ ആരോഗ്യം കൂടുമോ എന്നുള്ള ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? ഇതെല്ലാം നമുക്ക് വിശദമായി കേൾക്കാം. കൂർക്കം വലി എന്തുകൊണ്ട്, ഇതെല്ലാം വിശദമായി നമ്മോടൊപ്പം ഡോക്ടർ പങ്കുവയ്ക്കും. ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടറെ ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. ഡോക്ടറെ തുടങ്ങാം. അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. റിപ്പുവാൻ വിങ്കൽ മല കയറി. ഭാര്യയോട് പിണങ്ങിയിട്ടാണ് അയാൾ വീട് വിട്ടത്, മല കയറിയത്. അദ്ദേഹത്തിന്റെ കൂർക്കം വലിയായിരുന്നു വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ മല കയറി അവിടെ ഒരു കിളവനെ കണ്ടു. കിളവൻ റിപ്പുവാൻ വിങ്കലിനെ ഒരു ഗുഹയിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം അവിടെ കിടന്നുറങ്ങി. അങ്ങനെ റിപ്പുവാൻ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ തൻ്റെ മുഖത്ത് നീണ്ട ഒരു താടിയും വലിയൊരു ദീക്ഷ, വലിയൊരു താടി വളർന്നിരിക്കുന്നു. തന്നോളം വലിപ്പത്തിലൊരു താടി. കൂടെ ഉണ്ടായിരുന്ന പട്ടിക്കുട്ടിയെ കാണാനുമില്ല. അങ്ങനെ അദ്ദേഹം മലയിറങ്ങി പട്ടണത്തിലേക്ക് പോവാണ്. പണ്ട് കണ്ടവരൊക്കെ കിളവന്മാരായിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ 20 വർഷം ഉറങ്ങിയിട്ടുണ്ട്. ഈ 20 വർഷം തൻ്റെ ഭാര്യ വീട്ടിൽ തൻ്റെ കൂർക്കം വലിയുടെ അകമ്പടിയൊന്നും ഇല്ലാതെ സുഖമായി ഉറങ്ങി എന്നുള്ളതും അദ്ദേഹം മനസ്സിലാക്കി. ലങ്ക കുലുക്കിയ കുംഭകർണന്റെ കൂർക്കം വലിയെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. അപ്പൊ നല്ല ഉറക്കം, നമ്മൾ ഭാഷയിൽ പറയാറുണ്ട്, നല്ല കൂർക്കം വലിച്ചു നല്ല ഉറക്കമായിരുന്നു. നമ്മൾ ഒരുപാട് കഥകളും ചരിത്രങ്ങളും കൂർക്കം വലിയെ കുറിച്ച്, അതിലൊക്കെ കൂർക്കം വലി നല്ല ആഴത്തിലുള്ള സുഷുപ്തിയുടെ ഒരു ലക്ഷണമായിട്ടാണ് കൂർക്കം വലിയെ കുറിച്ച് പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ കൂർക്കം വലി അത്രത്തോളം സുഖകരമായ ഉറക്കമാണോ? കൂർക്കം വലി ആഴത്തിലുള്ള ശാന്തമായ ഉറക്കത്തിന്റെ ഒരു ലക്ഷണമാണോ? അതുപോലെ കൂർക്കം വലിയെ കുറിച്ച് പലതരം വിശ്വാസം നമുക്കുണ്ട്. വയസ്സായ ആളുകളാണ് കൂർക്കം വലിക്കുക, ആണുങ്ങൾ മാത്രമാണ് കൂർക്കം വലിക്കുക, അതുപോലെ പൊണ്ണത്തടിയന്മാർ മാത്രമാണ് കൂർക്കം വലിക്കുക. ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ നമുക്കുണ്ട്. എത്രത്തോളം സത്യമാണ് അതിലൊക്കെ? കൂർക്കം വലി പലപ്പോഴും വെറും കൂർക്കം വലിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് വലിയൊരു ശതമാനം ആളുകളും വിശ്വസിക്കുന്നത്. അതുപോലെ ചിലര് മറ്റേ അറ്റത്ത് പോയിട്ട് എല്ലാ കൂർക്കം വലിയും വലിയ പ്രശ്നമാണ്, സ്ലീപ്പ് ആപ്നിയയാണ്, നാളെ നിങ്ങൾ വടിയാകാൻ പോവാണെന്നുള്ള രീതിയിലുള്ള തീവ്രമായ പേടിയും ഭയമുള്ള ആളുകളും കൂർക്കം വലിയെ കുറിച്ച് അത്തരം വിശ്വാസങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് കൂർക്കം വലി, എന്തുകൊണ്ടാണ് അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങൾ എന്താണ്, ഏത് തരത്തിലുള്ള കൂർക്കം വലിയാണ് ഹെൽത്തിനെ ബാധിക്കുക, എന്താണ് അതിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, അതായത് കൂർക്കം വലിയുടെ പല തരങ്ങളുണ്ടല്ലോ, പല രീതികളുണ്ട്. അപ്പൊ എന്താണ് അതിൽ ഈ പറയുന്ന OSA എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഇതിന് ഡയഗ്നോസ്, എങ്ങനെയാണ് ഇത് OSA ആണോ വെറും കൂർക്കം വലിയാണോ എന്ന് തിരിച്ചറിയുക. അതുപോലെ ഇതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ഇന്ന് എത്തി നോക്കും. അപ്പോ കൂർക്കം വലി എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, എന്തൊരു ശബ്ദവും വൈബ്രേഷൻ എന്നാണ് ഉണ്ടാവുക. നമ്മുടെ എയർ പാസേജ്, മൂക്ക്, തൊണ്ട, വായ പോലുള്ള പാസേജിൽ ഒരു നാരോനെസ് ഉണ്ടാവുകയാണ്, ഒരുതരം ചുരുങ്ങൽ. അപ്പോൾ ആ ചുരുങ്ങലിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും വൈബ്രേഷൻസ് ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് നമ്മുടെ അപ്പർ എയർവേയുടെ ഒരു ഭാഗത്ത് സോഫ്റ്റ് പാലറ്റ് ഉണ്ട്, നാക്കുണ്ട്, ചീക്സിന്റെ പല ഇതുണ്ട്, അതിന്റെ മുകളിൽ ഫാരിഞ്ചൽ ഏരിയ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്വാസം കഴിക്കുമ്പോൾ എയർ കടന്നു പോകുന്ന വഴികളാണ്. ഈ വഴിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളും കമ്പനങ്ങളും കാരണം ഉണ്ടാകുന്ന ശബ്ദമാണ് കൂർക്കം വലി. അപ്പൊ കൂർക്കം വലിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ
ടിഷ്യൂസിന്റെ വൈബ്രേഷൻസ് എന്നുള്ള രീതിയിലാണ്. അപ്പം എങ്ങനെയാണ് ഈ വൈബ്രേഷൻസ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ്, സ്ലീപ്പിന്റെ ഏത് ഘട്ടങ്ങളിലാണ്? അപ്പോൾ ഈ ഇടുങ്ങിയ വഴിയിലൂടെ വായു സഞ്ചാരം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് മാത്രമാണ് കൂർക്കം വലി. അപ്പം കൂർക്കം വലിയുടെ ഈ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് കൂർക്കം വലി ഉണ്ടാവുന്നത്? പൊസിഷൻ ആവാം, മലർന്നു കിടക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ മൂക്കിനകത്തുള്ള രോഗങ്ങൾ കാരണം, അല്ലെങ്കിൽ പോളിപ്പ് പോലെ, അല്ലെങ്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഉണ്ടല്ലോ, അതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഈ ശ്വാസനാളത്തിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന എയർ പാസേജുകളിൽ ഉണ്ടാവുന്ന ടിഷ്യൂസിനെ പല രീതിയിൽ തളർത്തുന്ന, കാരണം ഈ ടിഷ്യൂസ് തളർന്ന് തൂങ്ങി നിൽക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ പ്രകമ്പനം ഉണ്ടാവുന്നത്. അതിന്റെ ടോണിസിറ്റിയിൽ മാറ്റം ഉണ്ടാവുമ്പോഴും, അതിന്റെ പ്രോപ്പർ ടോണിലാണെങ്കിൽ പ്രകമ്പനം ഉണ്ടാവുന്നില്ല. അപ്പൊ ടോണിസിറ്റിയെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അത് പൊണ്ണത്തടിയാവാം, മദ്യം കഴിച്ചു കിടന്നുറങ്ങുന്നതാവാം, മയക്കുമരുന്ന് പോലെ ആവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ടോണിസിറ്റിയിലുള്ള വ്യത്യാസമാണ് ഇതിന്റെ ഒരു എക്സസർബൈറ്റിംഗ് കോസ്. അപ്പോ കൂർക്കം വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് തരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് 2 തരത്തിലാണ് ഞാൻ പറയുന്നത്. ഒന്ന് പ്രൈമറി കൂർക്കം വലി, അല്ലെങ്കിൽ പ്രൈമറി ഓർ എന്താ പറയാ സ്ലീപ്പ് ആപ്നിയ അല്ലാത്ത സിമ്പിൾ കൂർക്കം വലികൾ. നമ്മൾ വലിയൊരു ശതമാനം അങ്ങനെയുള്ള കൂർക്കം വലികളാണ്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അതൊരു വലിയൊരു രോഗമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ അല്ലെങ്കിൽ OSA. ഇവിടെ ഉണ്ടാവുന്നത് ഒരുതരം സ്റ്റേർട്ടറസ് ബ്രീത്തിങ് ആണ്, ഒരുതരം വൈബ്രേഷൻ, തീവ്രമായ വൈബ്രേഷൻ, അതുപോലെ ശ്വാസത്തിന്റെ പല രീതിയിലുള്ള തടസ്സങ്ങൾ, പലപ്പോഴും ഉറക്കത്തിന്റെ റെഫ്രഷ്നെസ് ഇല്ലാണ്ടാകുന്നു, അതുപോലെ പലതരം ഇന്റർവെൽസ് ഓഫ് എന്താണ് ബ്രീത്തിങ് ഉണ്ടാവുന്നു. പലപ്പോഴും സ്ലീപ്പ് ബ്രീത്തിങ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും, സെക്കൻഡ്സോളം, പലപ്പോഴും നീണ്ട സമയത്തോളം തീരെ ശ്വാസം കഴിക്കാത്ത അതിഗുരുതരമായ അവസ്ഥയൊക്കെ ഉണ്ടാവുന്നതാണ് ഈ പറയുന്ന OSA അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന സംഭവങ്ങൾ. അപ്പം ഇതിന് കൃത്യമായ അസസ്മെന്റ് ആവശ്യമാണ്. അതൊരു ഗുരുതരമായ മെഡിക്കൽ കണ്ടീഷനാണ്. അത് പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം. പിന്നെ കൂർക്കം വലി അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മൂക്ക്, തൊണ്ട, പാലറ്റ് പോലുള്ള നാക്ക്, ഇതുപോലുള്ള ചില പ്രത്യേക സ്ഥലത്ത് കൂടുതൽ പ്രഷറും ടെൻഷനും ഉണ്ടാവുമ്പോൾ കൂർക്കം വലിയുടെ ശബ്ദത്തിന്റെ അതിന്റെ മ്യൂസിക്കൽ സൗണ്ടിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. അതാണ് പാലറ്റൽ സ്നോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം യുവലയുടെ വൈബ്രേഷൻ കാരണം ഒരു ഹിസ്സിങ് സൗണ്ട് ആണെങ്കിൽ, നാക്ക് പിറകോട്ട് തൂങ്ങിയിട്ടുണ്ടാവുന്ന കൂർക്കം വലി ഒരുതരം താളമേളങ്ങളൊക്കെ ആയിരിക്കാം, വേറൊരു രീതിയിലുള്ള ഒരു എന്നുള്ള ഒരു സൗണ്ട് ആയിരിക്കും. നേസലാണെങ്കിൽ നമ്മുടെ നാദസ്വരങ്ങളൊക്കെ പോലെ കുറച്ചും കൂടി കൺസണന്റ് സൗണ്ട് ആയിരിക്കും, ഒരുതരം ഈണവും ഇതൊക്കെ അതിനുണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിംഫണി പോലെയാണ് മൾട്ടി ലെവൽ അല്ലെങ്കിൽ കോംപ്ലക്സ് സ്നോറിംഗ്. അതൊരു തരത്തിലുള്ള ഓർക്കസ്ട്ര തന്നെയാണ്, പൂർണ്ണമായിട്ടുള്ള പലതരം സൗണ്ടുകൾ ഒന്നിച്ചു വരാം. ഇത് പ്രത്യേകിച്ച് ഉണ്ടാകാറുള്ളത് പലപ്പോഴും OSAയിലൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഈ എന്താണ് പേശിയുടെ പ്രത്യേകത അനുസരിച്ച്, പേശിയുടെ എന്താണ് എയർ ക്യാവിറ്റിയുടെയും പ്രത്യേകത അനുസരിച്ച് ഇതിന്റെ കൂർക്കം വലിയുടെ ശബ്ദത്തിലും ശബ്ദവിന്യാസത്തിലും വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ആരെയാണ് പൊതുവെ കൂർക്കം വലി പ്രത്യേകമായിട്ട് ബാധിക്കുന്നത്? കുട്ടികളെ ബാധിക്കാം, മുതിർന്നവരെയും ബാധിക്കാം, കുട്ടികളെയും ബാധിക്കാം, ആണിനെയും പെണ്ണിനെയും ബാധിക്കാം. മുതിർന്നവരിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിലാണ് കൂടുതൽ കാണാറുള്ളത് സ്വാഭാവികമായിട്ടും. പിന്നെ പൊണ്ണത്തടിയുള്ളവരിൽ കാണുന്നു. ഇത് പക്ഷെ എല്ലാവരെയും, കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കാം. 40% പുരുഷന്മാരും 24% സ്ത്രീകളും സ്ഥിരമായി കൂർക്കം വലിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോ കൂർക്കം വലി ആരോഗ്യകരമായി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്? ഉറക്കത്തിന്റെ ക്വാളിറ്റിയിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പകൽ ഉറങ്ങാനുള്ള എന്താണ് ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. അൺറിഫ്രഷ് സ്ലീപ്പ് ആയിരിക്കും സ്വാഭാവികമായിട്ടും കൂർക്കം വലി ഉണ്ടാവുക. അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ അലേർട്ട്നെസ് കുറയുന്നു, നമ്മുടെ മെന്റൽ ക്ലാരിറ്റി കുറയുന്നു, പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, ഡിപ്രഷൻ പോലുള്ള, ആൻസൈറ്റി പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ സ്നോറിംഗ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാകാം എന്നുള്ളതാണ്. രണ്ടാമത്തത് OSA പോലുള്ള കൂർക്കം വലികളാണെങ്കിൽ അവിടെ ഹൃദയ സംബന്ധമായ കാർഡിയോ മെറ്റബോളിക് ഡിസീസസ് ഉണ്ടാകും, BP ഉണ്ടാകാം, സ്ട്രോക്ക് ഉണ്ടാകാം, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് എന്താണ് ജേഡ് പോലെ, അത് GERD അല്ലെങ്കിൽ ഗാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസസ്, അതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന്
അപ്പർ എയർവേയിൽ നെഗറ്റീവ് പ്രഷർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും താഴ്ന്നുള്ള ആസിഡ്സ് മുകളിലേക്ക് റിഫ്ലക്സ് പുഷ് വഴി വരാം. അത് GERD ഉണ്ടാക്കാം. ഗേർഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുപോലെ സ്ലീപ്പ് ഡിസോർഡേഴ്സും സ്നോറിങ് പോലുള്ള കണ്ടീഷൻസ് ആണ്. അത് രണ്ട് രീതിയിലാണ്. GERD കാരണം സെക്കൻഡറി ആയിട്ട് പറയുന്ന കൂർക്കമ്പലി ഉണ്ടാകാം. കൂർക്കമ്പലി കാരണം ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. കൂർക്കമ്പലി കാരണം ജേർഡ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാം. ഇങ്ങനെ പരസ്പരം വളർത്തുന്ന പൂരിപ്പിക്കുന്ന ബന്ധമാണ് ജേർഡും ഈ പറയുന്ന കൂർക്കമ്പലിയും തമ്മിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിക് വാൻ വിങ്കലിന്റെ കഥയിൽ പറഞ്ഞതുപോലെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ടും കുടുംബ ബന്ധം തകർക്കുന്ന വിഷയങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് കൂർക്കമ്പലി തന്നെയാണ്. UK ഒരു കണക്കനുസരിച്ച് 1/6 മരീറ്റൽ ഡിസ്കോർഡ് അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ കാരണം ഈ കൂർക്കമ്പലിയാണെന്നതാണ്. 1/6 എന്ന് പറയും വലിയൊരു കണക്കാണ്. ആൾമോസ്റ്റ് 20% അടുത്ത് എങ്കിലും വരുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിൽ താഴെയാണെങ്കിൽ 15% വരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ ബിഗ് നമ്പർ. അപ്പൊ വലിയ രീതിയിൽ പാർട്ട്ണർഷിപ്പ് ഡിസ്കോർഡ് ഉണ്ടാവുന്ന ഡൈവോഴ്സിന് കാരണമാകുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ കൂർക്കമ്പലി എന്നത് കൂടി മനസ്സിലാക്കുക. കൂർക്കമ്പലിയുടെ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട കണക്കുകൾ വളരെ രസകരമാണ്. പിന്നെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ടും ഉറക്ക തടസ്സം ഉണ്ടാകുന്നു. ഈ കൂർക്കം വലിക്കുമ്പോൾ ഉറങ്ങുന്ന ആൾക്ക് അല്ലെങ്കിൽ കൂർക്കം വലിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും കൂർക്കം വലിയെ കുറിച്ച് അറിയാം. അപൂർവം ചില കേസുകളിൽ കൂർക്കം വലിയുടെ വാല് അല്ലെങ്കിൽ ചെറിയൊരു മൂല ചിലപ്പോൾ ഉറങ്ങുന്ന ആൾക്ക് അല്ലെങ്കിൽ കൂർക്കം വലിക്കുന്ന ആൾക്ക് കിട്ടിയേക്കാം. പക്ഷെ പൊതുവെ കൂർക്കം വലിക്കുന്ന ആൾ തൻ്റെ കൂർക്കം വലി കേൾക്കാറില്ല. പക്ഷെ കൂടെ കിടക്കുന്ന ആളുകൾ അതിന്റെ പൂർണ്ണമായ കെടുതികൾ സഹിക്കും. സിഗരറ്റ് വലിയൊക്കെ പോലെ തന്നെ ഒരു പാസീവ് ഡാമേജ്, കൊലാട്രൽ ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കൂർക്കം വലിയുടെ ഒരു പ്രത്യേകത. സ്വാഭാവികം നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയുള്ള ക്ഷീണം, മോർണിംഗ് ഹെഡേക്ക്. മോർണിംഗ് ഹെഡേക്കിനെ കുറിച്ച് നമ്മൾ ക്ലിനിക്കിൽ നമ്മൾ കേസ് എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കൂർക്കം വലി. നിർബന്ധമായി ചോദിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് മോർണിംഗ് ഹെഡേക്കിന്റെ കാര്യത്തിൽ വെദർ ദ ഗായ് ഈസ് ഹാവിംഗ് ദിസ് കൂർക്കം വലി. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പലതരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഉറക്കത്തിന്റെ ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടു. കൂർക്കം വലി മാത്രമല്ല, കൂർക്കം വലിയിൽ ഉണ്ടാകുന്ന ഉറക്കത്തിന്റെ ക്വാളിറ്റി, ആ ഉറക്കത്തിന്റെ ക്വാളിറ്റിയും അഗെയിൻ വിൽ കോസ് ലോട്ട് ഓഫ് മെന്റൽ ഇഷ്യൂസ്. വിഷാദം, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇത് നമ്മുടെ ജീവിത പങ്കാളിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. 1 in 6 മാരൈറ്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് 1/6 സ്നോറിംഗ് ആണ് എന്ന് UK പഠനം പറയുന്നു. US സ്ലീപ്പ് ഫൗണ്ടേഷൻ സർവേ അനുസരിച്ച് 75% ആളുകൾ സ്നോറിംഗ് അവരുടെ ഇമ്പാക്ട് അവരുടെ സ്ലീപ്പിലുണ്ട് എന്നുള്ളതും 44% പേർ പകല് വളരെ ക്ഷീണത്തോടെയാണ് എഴുന്നേൽക്കുന്നത്. 33% ആളുകൾ പലപ്പോഴും ഇറിറ്റബിൾ ആയിട്ട്, മൂഡി ആയിട്ടാണ് അവർ കാണപ്പെടുന്നത്. 28% പേർ വളരെ ലോ എനർജിയിലാണ് എഴുന്നേൽക്കുന്നത്. ഈ പറഞ്ഞത് കൂർക്കം വലിക്കുന്ന ആളുകളെ കുറിച്ചല്ല, തൻ്റെ പങ്കാളിയുടെ കൂർക്കം വലി കാരണം മറ്റേയാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് 75% ആളുകളും പങ്കാളിയുടെ കൂർക്കം വലി കാരണം അവരുടെ സ്ലീപ്പ് ക്വാളിറ്റിയിൽ ചാലഞ്ചസ് ഉണ്ടാകുന്നു. 44% പിറ്റേ ദിവസം വളരെ ക്ഷീണത്തോടെ എഴുന്നേൽക്കുന്നു എന്നൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ അയാളുടെ സ്ലീപ്പ് പാർട്ട്ണറുടെ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ സ്ലീപ്പിന്റെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സ്നോറിങ്ങിന്റെ കൂർക്കം വലിയുടെ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പ്രത്യേകിച്ച് സ്ലീപ്പ് ആപ്നിയ പോലുള്ള കണ്ടീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാർഡിയോ മെറ്റബോളിക് ആണ്, ഹാർട്ടുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന് BP-യുടെ ഉയർന്ന രീതിയിലുള്ള പ്രെവലൻസ് ആണ്. പലർക്കും BP ഉണ്ടാകുന്നതിന് ഒരു കാരണം പലപ്പോഴും സ്നോറിംഗ് ആണ്. സ്നോറിംഗ് BP-യെ എക്സാസർബേറ്റ് ചെയ്യുന്നു, BP-യെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു, BP-യെ അത് ട്രിഗർ ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലും BP-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സ്നോറിംഗ് പ്ലേസ് എ റോൾ. ഒരു പ്രധാനപ്പെട്ട ഹൃദയരോഗങ്ങൾ പലതും, കൊറോണറി ആർട്ടറി ഡിസീസ്, പാൽപിറ്റേഷൻ, ഹൃദയാഘാതം, ഹൃദയസ്തംഭനം പോലുള്ള പല പ്രശ്നങ്ങളും സ്നോറിംഗ് കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ സ്നോറിംഗ് അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്ന് സ്ട്രോക്ക് ആണ്. സ്ട്രോക്കും പലപ്പോഴും സ്നോറിംഗുമായിട്ടുള്ള ഒരു കോറിലേഷൻ
പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് രോഗങ്ങൾ, മറ്റ് കോമോർബിഡ് കണ്ടീഷൻസ് എങ്ങനെയാണ് സ്നോറിങ് അതിനെ ത്വരിതപ്പെടുത്തുന്നുള്ളതാണ്. ടൈപ്പ് 2 ഡയബറ്റീസ്, അതുപോലെ എന്താണ് ഉറക്കുമായി ബന്ധപ്പെട്ട പൊണ്ണത്തടിയും ഭാരക്കൂടുതലും, നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ ഡിസീസസ്, മാനസിക രോഗങ്ങൾ, അതുപോലെ പങ്കാളികളായിട്ടുള്ള പ്രശ്നങ്ങൾ, നാണക്കേട്. പലപ്പോഴും ഇത് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ, കൂട്ടുകാരുടെ കൂടെ നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ കൂർക്കം വലി വലിയൊരു പ്രശ്നമായിട്ട് പലപ്പോഴും ഒരു ഇൻസൾട്ടായിട്ട് നമ്മൾക്ക് ബാധിക്കാറുണ്ട് ആളുകൾക്ക്. അതുപോലെ പ്രത്യേകിച്ച് ഉണ്ടാവുന്ന മോർണിംഗ് ഹെഡേക്കാണ് മറ്റൊന്ന്. പിന്നെ ഒരെണ്ണം തൊണ്ടവേദനയാണ്. സ്ലീപ്പ് പറയുന്ന തൊണ്ടയുടെ നെസോഫേരിഞ്ചിയൽ ഏരിയയിലും അതുപോലെ ലാരിഞ്ചിയൽ ഏരിയയിലൊക്കെ ഡ്രൈനസും മറ്റ് പ്രശ്നങ്ങളും, അതുപോലെ ലാരിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു ജേഡ് പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്നോറിംഗ് ആണ്. ഇനി നമ്മൾ OSA അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയെ കുറിച്ച് പറയുകയാണ്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് അതിനെ തിരിച്ചറിയാം, എങ്ങനെ നമുക്ക് മെഡിക്കലി അതിനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉറക്കത്തിൽ നമ്മുടെ മുകളിലുള്ള ഈ സോഫ്റ്റ് പാലറ്റ് അത് തൂങ്ങി നിൽക്കുന്നതും, അതുപോലെ ഇത് ശ്വാസത്തിന് പലതരത്തിലുള്ള ഇന്റർവെൽസ് ഉണ്ടാകുന്നതും, എയർ പാസ് വേ വളരെ നാരോ ആവുന്നതും, അതുകൊണ്ട് തന്നെ സ്റ്റേർട്ടറസ് ബ്രീത്തിങ് ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു മാനിഫെസ്റ്റേഷൻ. വളരെ വയലന്റ് ആയിട്ടുള്ള ഗ്യാസ്പിങ്ങും എയർ ഹങ്കറും ഉണ്ടാകുന്നു. അത് കാണുന്ന ആളുകൾക്ക് ഇത്തരം വിഭ്രാന്തി ഉണ്ടാക്കുന്ന, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പല വിഷ്വൽസ് നമുക്ക് ഈ പറയുന്ന സ്ലീപ്പ് ആപ്നിയയിൽ കാണാവുന്നതാണ്. ലൗഡ് സ്റ്റേർട്ടറസ് ബ്രീത്തിങ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്. അതുപോലെ വിസ്ലിംഗ്, ഇന്റർമിറ്റന്റ് ബ്രീത്തിങ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കംപ്ലീറ്റ് സെസേഷൻ ഓഫ് ബ്രീത്തിങ്, കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് ബ്രീത്തിങ് ഡ്യൂ ടു എയർവേ ബ്ലോക്കേജ്. ഈ നാക്കൊക്കെ പ്രത്യേകിച്ച് പുറകോട്ട് പോകുന്നത് കൊണ്ട് ഉണ്ടാവുന്ന കംപ്ലീറ്റ് സെസേഷൻ. ഇത് ആണ് പ്രധാനപ്പെട്ട വ്യത്യാസം. OSAയും സിമ്പിൾ ബ്രീത്തിങ്ങും തമ്മിൽ സ്നോറിംഗ് തമ്മിലുള്ള വ്യത്യാസം കംപ്ലീറ്റ് സെസേഷൻ. അതുപോലെ സ്റ്റേർട്ടറസ് ബ്രീത്തിങ് അത് OSAയിൽ മാത്രമാണ് കാണാൻ പറ്റുക. പിന്നെ ഇത് വിട്ടുമാറാത്ത ഉച്ചത്തിലുള്ള കൂർക്കം വലിയാണ് OSAയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. അതുപോലെ പകലുറക്കം വളരെ കൂടുതലായിരിക്കും പലപ്പോഴും OSAയിൽ. പിന്നെ തൊണ്ടവേദനയും വരണ്ട വായ, ഡ്രൈനസ് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. വാണ്ട് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ജനറൽ സിംറ്റംസ് ഒക്കെ OSAയിൽ കൂടുതൽ എക്സാജറേറ്റഡ് ആയിരിക്കും. OSAയിൽ നേരത്തെ പറഞ്ഞ തലവേദന ആയാലും ഡ്രൈനസ് ആയാലും വരണ്ട വായ, പകലുറക്കം, അൺറിഫ്രഷ്ഡ് സ്ലീപ്പ് ഇതൊക്കെ കൂടുതൽ ഒന്നുകൂടി എക്സാജറേറ്റഡ് ആയിരിക്കും OSAയുടെ കാര്യത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെസേഷൻ ഓഫ് ബ്രീത്തിങ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് ബ്രീത്തിങ് ആണ്. നമ്മളിനി മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലുള്ള OSA പോലുള്ള രോഗങ്ങളെ നമ്മൾ ക്ലിയർ ആയിട്ട്, പൂർണ്ണമായിട്ട്, കൃത്യമായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ, അതിന് നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പോർലി മാനേജ്ഡ് OSA പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് ഹൈപ്പോക്സിയ തന്നെയാണ്. ക്രോണിക് ഹൈപ്പോക്സിയ, രക്തത്തിൽ ഓക്സിജന്റെ കുറവ്. അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പല കോംപ്ലിക്കേറ്റഡ് കാർഡിയോ മെറ്റബോളിക് ഡിസീസസിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഹൈപ്പോക്സിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് BP കൂട്ടാം, ഹാർട്ട് ഡിസീസ് ഉണ്ടാകാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, ഹൃദയാഘാതം പോലെ, അല്ലെങ്കിൽ അരിത്മിയ ഉണ്ടാകാം, സ്ട്രോക്കും പക്ഷാഘാതം ഉണ്ടാകാം. അങ്ങനെ പല രീതിയിലുള്ള ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻസും പറയുന്ന OSA കാരണം ഉണ്ടാകുന്നു. വേറൊന്ന് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ആണ്. പല രീതിയിലുള്ള പ്രമേഹം, ടൈപ്പ് 2 ഡയബറ്റീസ്, ഒബീസിറ്റി, അതുപോലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന OSA കാരണം അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കാരണം ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും അവിടെയും ഈ പറയുന്ന ഹൈപ്പോക്സിയ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപകടങ്ങളും പരിക്കുകളും പിറ്റേ ദിവസം ഉണ്ടാകുന്ന ഈ പറയുന്ന കോംപ്രമൈസ് സ്ലീപ്പ് കാരണം പലപ്പോഴും നമ്മൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴൊക്കെ അപകടം ഉണ്ടായേക്കാം. ജീവിത നിലവാരം മൊത്തത്തിൽ, പെർഫോമൻസ്, ജോലിയിലായാലും നിത്യജീവിതത്തിലായാലും
പെർഫോമൻസ് വളരെ വലിയ രീതിയിൽ, അതുപോലെ ബന്ധങ്ങളിൽ വലിയ രീതിയിൽ വിള്ളൽ ഉണ്ടാകുന്നു, പെർഫോമൻസിനെ ബാധിക്കുന്നു, ജോലിയെ ബാധിക്കുന്നു, മനസ്സിന്റെ ആരോഗ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്നു. അങ്ങനെ വളരെ ദൂരവ്യാപകമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് OSA എന്ന് പറയുന്നത്. അത് കേവലം ലളിതമായ ഒരു കൂർക്കമ്പലിയിൽ ഒതുങ്ങുന്നതല്ല. പലപ്പോഴും വലിയൊരു ശതമാനം OSA പേഷ്യൻസും ഇതിനെ ഒരു ടേക്കൻ ഫോർ ഗ്രാൻഡഡ് എന്ന രീതിയിലാണ് കാണാറുള്ളത്. നമ്മുടെ ക്ലിനിക്കൽ അനാലിസിസിൽ OSA ആണോ എന്ന് മനസ്സിലാക്കുകയും അതിന് അർഹിക്കുന്ന ഗൗരവത്തിൽ നമ്മൾ അതിനെ കാണുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ആസ് എ ഹോമിയോപ്പത്ത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ട് രീതിയിലാണ്. ഒന്ന് ക്ലിനിക്കൽ അസസ്മെന്റ് ആണ്. നമ്മൾ ക്ലിനിക്കൽ നമ്മൾ ചെയ്യുന്ന പല രീതിയിലുള്ള സംഭവങ്ങളും അസസ്മെന്റും ഉണ്ട്. സ്ലീപ്പ് സ്റ്റഡീസ് ഉണ്ട്, ക്രോണോടൈപ്പ് സ്റ്റഡീസ് ഉണ്ട്, ക്വസ്റ്റ്നെയേഴ്സ് ഉണ്ട്, പല രീതിയിലുള്ള ക്വസ്റ്റ്നെയേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എപ്വേർത്ത് സ്ലീപ്പിനെസ് സ്കെയിലാണ്, ESS എന്ന് പറയും. വേറൊന്ന് സ്റ്റോപ്പ് ബാങ്ക് ക്വസ്റ്റ്നെയർ ആണ്, STOP എന്ന് പറയുന്ന ഒരു അക്രോണിമാണ്. ഇത് രണ്ടും നമ്മൾക്ക് ക്ലിനിക്കൽ അസസ്മെന്റ് സഹായിക്കുന്നതാണ്. എത്രത്തോളം സ്ലീപ്പ് ക്വാളിറ്റി ചെയ്ത് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഡിവൈസസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോളിസോംനോഗ്രാഫി ആണ്. ഹോസ്പിറ്റൽ ബേസ്ഡ് ആണ്, ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നത്. പിന്നെ വളരെ ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസസ്, ഹോം ബേസ്ഡ് ഡിവൈസസ് അവൈലബിൾ ആണ്. അത്തരം ഡിവൈസുകൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ജനറലി അതിന്റെ കോസ്റ്റ് കുറവാണ്, കൺവീനിയന്റ്ലി യൂസ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഹോം ബേസ്ഡ് അസസ്മെന്റുകൾ. പിന്നെ സ്വാഭാവികമായിട്ടും ഹോം ബേസ്ഡ് ഡിവൈസസിന്റെ ആക്യുറസിയും അതിന്റെ ഇൻഡെപ്ത് അനാലിസിസും പരിമിതമാണ്. ഒരു പോളിസോംനോഗ്രാഫിയുടെ ഒരു സ്കെയിലിലേക്ക് നമുക്കുള്ള ഇൻപുട്ട് കിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇടത്തരം കേസുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾക്കറിയാം പലതരം കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത, ആൾറെഡി BPO ഡയബറ്റീസോ പറയുന്ന സ്ട്രോക്ക് മറ്റ് കോമോബിഡ് കണ്ടീഷൻസ് ഇല്ലാത്ത കേസുകളിൽ ഹോം ഡിവൈസ് ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യാം ഫോർ ലോങ് ടേം ഇവാലുവേഷൻ. പക്ഷേ ഒരു പലതരം കോമോബിഡ് ഉള്ള കണ്ടീഷൻസ് ഉള്ള ആളുകളിൽ, സീരിയസ് ആയിട്ടുള്ള സ്റ്റേറ്റസ് ബ്രീത്തിങ് ഉള്ള ആളുകളിൽ, വീട്ടിൽ വലിയ പ്രശ്നങ്ങളുള്ള ആളുകളിൽ ഏറ്റവും നല്ലത് പോളിസോംനോഗ്രഫിയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതമാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് സമയമെടുക്കുന്ന, ഒരുപാട് പ്രിപ്പറേഷൻസ് ആവശ്യമുള്ള, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ആൾമോസ്റ്റ് ഒരു 8 to 10 hours ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കണം. ഏകദേശം 10-16ഓളം ഇലക്ട്രോഡ്സ് നമ്മുടെ ശരീരത്തിൽ അവർ ഘടിപ്പിക്കും. കണ്ണിന് ചുറ്റും, മൂക്കിന് ചുറ്റും, അതുപോലെ ചെസ്റ്റിന്റെ ഭാഗത്ത്, കയ്യില്, മസിൽസിന്, അങ്ങനെ പല രീതിയിലുള്ള ഇലക്ട്രോഡുകളും ഇലക്ട്രോഡ്സ് അല്ലാത്ത ബയോതെർമൽ ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വളരെ കോംപ്ലിക്കേറ്റഡ്, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ലീപ്പ് സ്റ്റഡിയാണ്. ആ സ്ലീപ്പ് സ്റ്റഡിയിൽ നമ്മൾക്ക് പല രീതിയിലുള്ള മൾട്ടിപ്പിൾ ഡാറ്റകൾ അവൈലബിൾ ആവും. തെർമൽ ഡാറ്റകൾ അവൈലബിൾ ആവും, മസിലുമായി ബന്ധപ്പെട്ട, മസിൽ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട, മസിൽ ടോണുമായി ബന്ധപ്പെട്ട, അതുപോലെ ബ്രീത്തിന്റെ പലതരം ക്വാളിറ്റേറ്റീവ് അസസ്മെന്റുകൾ, പിന്നെ മെറ്റബോളിക് വാല്യൂസിന്റെ അസസ്മെന്റുകൾ, ബോഡി ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ്. ഈ ഡീറ്റെയിൽഡ് അനാലിസിസ് ബോഡിയിൽ ഉണ്ടാക്കുന്ന ഓർഗാനിക് ചേഞ്ചസിന്റെ ഇമ്പാക്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് പോളിസോംനോഗ്രഫി. അത് വളരെ കോംപ്ലക്സ് കേസസിൽ, വളരെ കോംപ്ലിക്കേറ്റഡ് കേസസിലാണ്, അല്ലെങ്കിൽ കോമോബിഡ് കണ്ടീഷൻസ് ഉള്ള കേസിലാണ് പലപ്പോഴും പോളിസോംനോഗ്രഫി റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഇതിൽ എക്സ്പേർട്സിന്റെ മോണിറ്ററിങ് ഉണ്ടാവും. പലപ്പോഴും ഒരു ടെക്നീഷ്യൻ ഫുൾ ടൈം ഈ പോളിസോംനോഗ്രാഫി റൂമിൽ അവൈലബിൾ ആണ്. അവർ ആക്റ്റീവ്ലി മോണിറ്റർ ചെയ്തിട്ടാണ് ഈ പോളിസോംനോഗ്രാഫി ചെയ്യാറുള്ളത്. അപ്പോൾ അതിന്റെ ഇമ്പാക്റ്റും അതിന്റെ റിസൾട്ടിന്റെ ഇന്റലിജൻസും വളരെ ഡീപ്പാണ്, വളരെ ആക്യുറേറ്റ് ആണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് സ്നോറിംഗ് ഇൻ ജനറൽ, എസ്പെഷ്യലി ഫോർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഇന്ന് നിലവിലുള്ള മാനേജ്മെന്റും പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജീവിതശൈലി പരിഷ്കാരങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പ്രത്യേകിച്ച് സ്ലീപ്പിന്റെ ഹൈജീൻ, ബോഡിയുടെ വെയിറ്റ് കുറക്കുക,
മദ്യത്തിന്റെ ഉപയോഗം കുറക്കുക, ഉറക്കത്തിന്റെ പൊസിഷനിങ്, സ്ലീപ്പ് പൊസിഷനിങ് ഈസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കിടക്കുന്നതിന്റെ, കട്ടിലിന്റെ, തലയണയുടെ ഒക്കെ പൊസിഷനിങ്. അപ്പൊ അതിന് പല രീതിയിലുള്ള എന്താണ് ഡിവൈസസ് അവൈലബിൾ ആണ്. പിന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ ലൈക്ക് CPAP ആണ് പ്രധാനപ്പെട്ട ഒരു ഉപകരണം. പിന്നെ മാൻഡിബുലാർ എന്താണ് അഡ്വാൻസ്മെന്റ് ഡിവൈസസ് അത്. പിന്നെ സർജറിയാണ് മറ്റൊരു മാനേജ്മെന്റ് എന്താണ് ടൂൾ. പ്രത്യേകിച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസുകളിൽ, അല്ലെങ്കിൽ നേസൽ ഒബ്സ്ട്രക്ഷൻ പോലുള്ള കേസുകളിൽ, അതുപോലെ എന്താണ് ഫാരിഞ്ചിയോ ലാരിഞ്ചിയൽ ഏരിയൽ റീകൺസ്ട്രക്ഷൻ പോലുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഫാറ്റ് പാഡിനെ റെഡ്യൂസ് ചെയ്യുന്ന സർജറി, ഇങ്ങനെ പല രീതിയിലുള്ള സർജറി ഇതിന് അവൈലബിൾ ആണ്. ലൈഫ് എന്താണ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് വെയിറ്റ് മാനേജ്മെന്റ് തന്നെ. സ്നോറിങ് കാരണം വെയിറ്റ് കൂടാം, വെയിറ്റ് കൂടിയത് കാരണം സ്നോറിങ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഈ വിഷ്യസ് സൈക്കിളിന്റെ ഒരു ഭാഗത്ത് നമുക്ക് അടിച്ചേ പറ്റുള്ളൂ. സോ വെയിറ്റ് മാനേജ്മെന്റ് ഇസ് വൺ ഓഫ് ദ ഏരിയ വി ക്യാൻ വർക്ക് വിത്ത്. നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. വെയിറ്റ് നന്നായി കുറഞ്ഞാൽ അത്ഭുതകരമായ സ്നോറിങ്, ഈവൻ ഈ പറയുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ പോലുള്ള OSA പോലുള്ള കണ്ടീഷൻസും വലിയ രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്, കുറക്കാൻ പറ്റുന്നതാണ്. വേറൊന്ന് സ്ലീപ്പ് പൊസിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമിഴ്ന്ന് കിടക്കുന്നത്, മലർന്ന് കിടക്കുന്നത് പലപ്പോഴും സിമ്പിൾ സ്നോറിങ്ങിനെ എക്സാസർബേറ്റ് ചെയ്യുന്നതാണ്. അതേസമയത്ത് ചെരിഞ്ഞു കിടന്നാൽ സിമ്പിൾ സ്നോറിങ് വലിയൊരു ശതമാനം ഇല്ലാതാകുന്നു. അവിടെയും OSA പോലുള്ള കണ്ടീഷൻസ് ചിലപ്പോൾ പൊസിഷനിങ്ങിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കില്ല. പക്ഷെ സ്റ്റിൽ OSAയിലും നമ്മൾക്ക് എന്താണ് സ്ലീപ്പ് പൊസിഷൻ ചെറിയ രീതിയിലെങ്കിലും അതിന് സഹായകമാണ്. സോ സ്ലീപ്പ് പൊസിഷനിങ് ഇസ് വൺ ഓഫ് ദി ഏരിയ. അതുപോലെ ആൽക്കഹോളിന്റെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. പല രീതിയിലുള്ള സെഡേറ്റീവ്സ്, മയക്കുമരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ ടോണിനെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ടാബ്ലറ്റുകൾ, ഇതൊക്കെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നത് സ്നോറിങ്ങിനെ ബാധിക്കുന്നു. അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉപയോഗം കുറക്കുമ്പോൾ നമുക്ക് സ്നോറിങ്ങിൽ നിന്ന് വലിയ രീതിയിൽ രക്ഷ നേടാം. അതുപോലെ സ്ലീപ്പ് ഹൈജീൻ, നമ്മൾ സ്ലീപ്പിനെ കുറിച്ച് വിശദമായ ക്ലാസ്സുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സ്ലീപ്പ് ഹൈജീൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ലീപ്പ് ഹൈജീൻ, സ്ലീപ്പിന്റെ ഡെപ്ത്, സ്ലീപ്പിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്നോറിങ്ങിന്റെ കാര്യത്തിൽ വലിയ ശതമാനം നമുക്ക് എന്താണ് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് സ്ലീപ്പ് ഹൈജീനിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. സ്ലീപ്പ് ഹൈജീൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, മുമ്പ് പഠിച്ചതുപോലെ ലൈറ്റ് മാനേജ്മെന്റ് ആവാം, സ്ലീപ്പ് പൊസിഷൻ ആവാം, അല്ലെങ്കിൽ സ്ലീപ്പിന് മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാവാം, അങ്ങനെ സ്ലീപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂമിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ആവാം. പല കാര്യങ്ങളിലൂടെ നമ്മൾ സ്ലീപ്പ് ഹൈജീൻ നമ്മൾക്ക്, അതുപോലെ പകലുള്ള നമ്മുടെ മൊത്തത്തിലുള്ള എന്താണ് ആക്ടിവിറ്റീസ്, അതുപോലുള്ള ചില സ്ലീപ്പ് ഹിൻഡറിങ് ഭക്ഷണങ്ങളും സ്ലീപ്പിനെ തടയുന്ന പല എന്താണ് കോഫി പോലുള്ള കാര്യങ്ങളൊക്കെ ഈവനിങ് അവേഴ്സിൽ കഴിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ് സ്നോറിങ്ങിനെ മാനേജ് ചെയ്യാൻ. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഷയിൽ നല്ല ഉറക്കമാണ്, കൂർക്കം വലിച്ച് ഉറങ്ങി എന്ന് പറയുന്നത് പലപ്പോഴും സ്ലീപ്പിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. സ്ലീപ്പ് പലപ്പോഴും അവിടെ തകരുകയാണ് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ മെഡിക്കൽ ഡിവൈസസിൽ ഒന്ന് CPAP തന്നെയാണ്. അതിലെ അവിടെ നമ്മൾ ഈ പറയുന്ന എയർ ഫ്ലോയാണ് അവിടെ നമ്മൾ പണിയെടുക്കുന്നത്. കണ്ടിന്യൂസ് പോസിറ്റീവ് എയർ വേ പ്രഷർ ആണ് ഈ ഡിവൈസ് ചെയ്യുന്ന ഒരു പണി, CPAP ഡിവൈസസ് ഉപയോഗിച്ചിട്ട്. അതുപോലെ രണ്ടാമത്തെ ഒന്ന് മാൻഡിബുലർ അഡ്വാൻസ്മെന്റ് ഡിവൈസസ് ആണ്. പിന്നെ സർജിക്കൽ മാനേജ്മെന്റിൽ പ്രത്യേകിച്ച് പാലറ്റോ ഫാരിഞ്ചിയോഗ്രാഫി ആണ് ഒരു സർജറി, UPPP എന്ന് പറയും. പിന്നെ അവിടെ ഈ പറയുന്ന ഫാറ്റ് പാഡുകളെയും യുവിലയുടെ ഇലോങ്കേറ്റഡ് യുവില ആവാം പലപ്പോഴും, അല്ലെങ്കിൽ പോസ്റ്റ് ഫാരിഞ്ചിയൽ ഫാറ്റ് പാഡ് ആവാം ഈ ഇതിനെ ബാധിക്കുന്ന ഒരു വിഷയം, സ്നോറിങ്ങിനെ എക്സാസർബേറ്റ് ചെയ്യുന്ന ഒരു എക്സൈറ്റിംഗ് കോസ്. സോ അതിനെയൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ സർജറിയാണ് UPPP എന്ന് പറയുന്നത്. അതുപോലെ നേസൽ സർജറി പോലുള്ള DNSനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്റ്റോറൈനോപ്ലാസ്റ്റി ആവാം. അതുപോലെ എന്താണ് പോളിപെക്ടമി ആവാം, പോളിപ്പിനെ റിമൂവ് ചെയ്യുക. നമ്മുടെ കേസിലാണെങ്കിൽ വി ക്യാൻ അഡ്രസ് വിത്ത് മെഡിസിൻ ഇൻ പോളിപ്പ് ആൻഡ് ഓൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്നോറിങ്ങിൽ ഇവാലുവേറ്റ് ചെയ്യുക. സ്നോറിങ്ങിന് ഇവാലുവേറ്റ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന എക്സൈറ്റിംഗ് കോസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അവിടെ നേസൽ പോളിപ്പ് ഉണ്ടോ, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഒരു എക്സൈറ്റിംഗ് കോസ് ആണോ, അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് കോസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ
നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ വി ഷുഡ് റെഫർ ദം ഫോർ എ ഹയർ മാനേജ്മെന്റ്. അതുപോലെ വേറെ ഒന്നാണ് ഹൈപ്പോഗ്ലോസൽ നെർവ് സ്റ്റിമുലേഷൻ. അതിന് ഇൻസ്പയർ തെറാപ്പി എന്നാ പറയാ. അതൊരു തരം എന്താണ് ഡിവൈസ് ആണ്, ഇലക്ട്രിക് ഡിവൈസ് ആണ്. അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഈ പറയുന്ന സ്നോറിങ്, എസ്പെഷ്യലി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ പോലുള്ള കണ്ടീഷൻസ് നമുക്ക് വലിയ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഇത് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ലോങ് ടേമിൽ അത് പല രീതിയിലുള്ള മെറ്റബോളിക് ഡിസീസും കാർഡിയോ മെറ്റബോളിക് ഡിസോർഡേഴ്സും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കണ്ടീഷൻസും ഉണ്ടാക്കും. എസ്പെഷ്യലി സ്നോറിങ് ബൈ ഇറ്റ്സെൽഫ് alone can cause, especially OSA alone can cause sudden cardiac arrest, even sudden obstructive choking related death. നാക്ക് പിറകോട്ട് പോയി ചോക്ക് ചെയ്ത് എന്താണ് ബ്രീത്തിങ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവാനും ആ രീതിയിൽ മരിക്കാനും, അല്ലെങ്കിൽ വൈഗൽ ഇൻഹിബിഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ് ഈ പറയുന്ന OSA പോലുള്ള സംഭവങ്ങൾ. ഇവിടെ വേറൊരു സംഭവം പ്രിവെന്റീവ് അപ്രോച്ചാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ ആമസോണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലതരം സ്ട്രിപ്പുകളും പലതരം ഡൈലറ്റേഴ്സും ഒക്കെ. നേസൽ സ്ട്രിപ്പാണ് ഒന്ന്. നേസൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കിന് മുകളിൽ വെക്കുന്ന, അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി റൂമി ആയിരിക്കും നമ്മുടെ ബ്രീത്തിങ്, കുറച്ചും കൂടി എന്താണ് എയർ പാസേജ് ഒന്നുകൂടി തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ നാരോനെസ്സും ആ വൈബ്രേഷൻസ് കുറയുന്നു. കാരണം ഒരുതരം നാരോനെസ്സും കൺജഷൻ കാരണമാണ് ഈ വൈബ്രേഷൻസ് ഉണ്ടാവുന്നത്. ഇപ്പൊ നാരോ പാസേജിലൂടെ, ചെറിയ പാസേജിലൂടെ എയർ കോളം പോകുമ്പോൾ ശക്തമായ എയർ പുറത്തേക്ക് വരുന്നു, അത് വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നു. സോ അതിന് മാനേജ് ചെയ്യാൻ വേണ്ടി നാസൽ ഡയലറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ചെറിയ കാശ് മുതൽ മുടക്കിൽ ഇത്തരം സ്ട്രിപ്പുകളും ഡയലറ്റേഴ്സ് അവൈലബിൾ ആണ്. അത് മൂക്കിലൂടെയുള്ള ഈ ഡയലറ്റേഴ്സ് പലപ്പോഴും മൂക്കിലൂടെയുള്ള എയർ ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനാണ്. പോളിപ്പോലുള്ള കണ്ടീഷൻസിൽ അല്ലെങ്കിൽ പലതരം പഫിനെസ് പോലുള്ള സംഭവങ്ങൾ, ഈവൻ ഫാരിഞ്ചൽ ഏരിയയിലുള്ള കൺജഷൻസിനൊക്കെ ഈ പറയുന്ന ഡയലറ്റേഴ്സ് ഒരു പരിധിവരെ സഹായിക്കും. മറ്റൊന്ന് എക്സസൈസ് ആണ്, ഓറൽ ആൻഡ് ത്രോട്ട് എക്സസൈസസ് ടു ഇംപ്രൂവ് ദ ടോണിസിറ്റി ഓഫ് യുവർ എയർവേ മസിൽസ്. അവിടെ ഫാരിഞ്ചൽ മസിൽസ്, പെരിഫാരിഞ്ചൽ മസിൽസ്, ടങ്ങിന്റെ എക്സസൈസ്, ടങ്ങിന്റെ ടോൺ, ഇതൊക്കെ വർദ്ധിപ്പിച്ച് ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് സ്നോറിങ്ങിന്റെ ഇമ്പാക്ട് കുറക്കാൻ പറ്റും. ഇപ്പൊ പലതരം ഓറൽ എക്സസൈസ് അവൈലബിൾ ആണ്, യൂട്യൂബിൽ ഒരുപാട് എക്സസൈസ് അവൈലബിൾ ആണ്. പിന്നെ മാനേജിങ് അലർജീസ് ആൻഡ് നാച്ചുറൽ കൺജഷൻ. അലർജി ഉണ്ടാക്കുന്ന കൺജഷൻ ഈസ് വൺ ഓഫ് ദ റീസൺ, ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള പോളിപ്പ് പോലുള്ള കണ്ടീഷൻസ്, ഇതൊക്കെ നമുക്ക് കൺജഷൻസ് ഉണ്ടാക്കും. ഇപ്പൊ ഡീകൺജസ്റ്റൻസ് യൂസ് ചെയ്യുക, നമ്മുടെ മെഡിസിനൽ മാനേജ്മെന്റിലൂടെ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സലൈൻ സ്പ്രേ ഈസ് വൺ ഓഫ് ദ സിമ്പിൾ മാനേജ്മെന്റ് കൻ യൂസ് ഇൻ എയർവേ ബ്ലോക്കേജ്. എയർവേ ബ്ലോക്കേജിൽ സലൈൻ സ്പ്രേ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ തന്നെ പലതരം നേസൽ ഡ്രോപ്പുകൾ അവൈലബിൾ ആണ് ടു റിഡ്യൂസ് ദ കൺജഷൻ. അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് അലർജിയെ ട്രീറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതില്. പിന്നെ നമുക്ക് ഇതില് ചുരുക്കി പറയാനുള്ളത്, നമ്മുടെ ക്ലിനിക്കൽ ലൈഫിൽ പലപ്പോഴും നമ്മൾ ആവശ്യത്തിനുള്ള ഒരു കോഷൻ, ഒരു ഗൗരവം പലപ്പോഴും സ്നോറിങ്ങിന്, കേസ് ടേക്കിങ്ങിലായാലും, എൻ്റെ തന്നെ കാര്യം പറയുകയാണ്, ഞാൻ പലപ്പോഴും ഇത് കൃത്യമായിട്ട് എടുത്ത് ചോദിക്കാറില്ലായിരുന്നു. എൻ്റെ പ്രാക്ടീസിന്റെ വലിയൊരു ശതമാനം ഈ അടുത്ത കാലത്ത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. സോ സ്നോറിങ് പലപ്പോഴും ഈവൻ മോർണിംഗ് ഹെഡേക്ക് പോലെ നമ്മൾ പറഞ്ഞു, അതുപോലെ ജേഡ് പോലുള്ള GERD പോലുള്ള ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സസ് പോലുള്ള കണ്ടീഷൻസ്, ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി, ഇതിലൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കേസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ചോദിക്കേണ്ട ഒരു ഏരിയ സ്നോറിങ്ങിനെ കുറിച്ചാണ്. പലപ്പോഴും രോഗിയോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല, നമ്മൾ രോഗിയുടെ പങ്കാളിയെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഷുഡ് ബി വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടേക്ക് ഹോം മെസ്സേജ് which I want to tell you today. ഇന്ന് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത്, ക്ലിനിക്കൽ യൂസിൽ നമ്മുടെ കേസ് ടേക്കിങ്ങിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ഏരിയയാണ്. അതുപോലെ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം മാനേജ്മെന്റിന് വലിയ ശതമാനം നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിനപ്പുറത്തുള്ള, നമ്മുടെ റീച്ചിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ വി ക്യാൻ സെൻഡ് ദം ഫോർ അനദർ എക്സ്പേർട്ട് ഹു ക്യാൻ മാനേജ് ഇറ്റ്. അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. So that is what I want to put down to conclude this. എല്ലാവർക്കും നന്ദി. നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷനോ ചോദ്യമോ ഉണ്ടെങ്കിൽ ആവാം. ഹോമിയോപ്പതിക് മാനേജ്മെന്റ് ഒന്നും
വിദ്യയെന്ന് ചോദിക്കാം. അതെയോ? സ്നോറിങ്ങിന്റെ ഹോമിയോപ്പതിക് മാനേജ്മെന്റ്, ഹോമിയോപ്പതിക് മെഡിസിൻസ് ഞാൻ എൻ്റെ ഇന്നത്തെ പ്രസന്റേഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണ്, നമ്മൾ പല സെഷൻസിലും നമ്മൾ എന്താണ് അത് കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ എന്നെക്കാളും ചിലപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാവാൻ ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. സോ ഇതിന്റെ വേറൊരു നമ്മൾക്ക് സ്ലീപ്പുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ഒരു സെഷൻ ലേക്ക് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ എന്തെങ്കിലും ഡിസ്കഷൻ, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ആഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കൽ അനുഭവങ്ങൾ ഇതിൽ ഇത്തരം കേസുകളിൽ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ, ഐ ആം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ലിസണിങ് ടു ദാറ്റ്. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പൊ ഡോക്ടർക്ക് പറഞ്ഞത് എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. ചോദിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഓരോരുത്തരായിരുന്നു ഹാൻഡ് റൈസ് ചെയ്ത് വരിക. അപ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. സെപ്റ്റംബർ 28-ാം തീയതി നമ്മുടെ 5 ഇയർ സെലിബ്രേഷൻ ആണ്. 5 ഇയർ സെലിബ്രേഷനിന് വേണ്ടി ഡെലിഗേറ്റ് ഫീ 3000 രൂപയാണ് 30-ാം തീയതി വരെ. അത് അടച്ച് എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് വിനീതമായി ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ആരെങ്കിലും ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൈസ അടച്ച് രജിസ്റ്റർ ചെയ്യുക. ഇനി നമുക്ക് ഡോക്ടറുടെ ക്ലാസ്സിലേക്ക് വരാം. ആർക്കെങ്കിലും എന്താണ് ഈ കൂർക്കമ്പലിയെ കുറിച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരമാണ്. എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. ഓക്കെ, മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ. നജീബ് ഡോക്ടറെ, എനിക്ക് എക്സ്പീരിയൻസ് പറയാനല്ല, ഈ 1-2 എക്സസൈസ് ഒന്ന് പറഞ്ഞു തരാമോ? ഞാനും അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. ഈ നമ്മളെ ഓറൽ ത്രോട്ട് ടങ് എക്സസൈസ് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. ഒന്ന് ടങ്ങുമായി ബന്ധപ്പെട്ട എന്താണ് എക്സസൈസുകളാണ്. ടങ്ങിൽ പ്രധാനപ്പെട്ടത്, ടങ് നമ്മൾ പുറത്തേക്ക് ത്രസ്റ്റ് ചെയ്യുന്നതാണ് ഒരു എക്സസൈസ്. അതായത് ടങ് പുറത്തേക്ക് ത്രസ്റ്റ് ചെയ്യുക. അതുപോലെ ടങ് മുകളിലേക്ക് എന്താണ് മടക്കിയിട്ട് മുകളിലേക്ക് ഇത് ചെയ്യുക, എന്താണ് പുഷ് ചെയ്യുക, ഈ രീതിയിൽ. പിന്നെ ടങ് നമ്മൾ ചീക്കിന്റെ 2 സൈഡിലേക്കും കൊണ്ടുപോയിട്ട് ചീക്കിലേക്ക് പുഷ് ചെയ്യുക. ഈ ടങ്ങിന്റെ റൂട്ടും എന്താണ് പല രീതിയിലും ഈ പറയുന്ന സ്നോറിങ്ങിന്റെ ഒരു എക്സാസേബിറ്റിംഗ് കോസാണ്. കാരണം ടങ്ങിന്റെ മസിൽ ടോൺ വളരെ നന്നായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഇപ്പൊ ടങ്ങാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ. മറ്റൊന്ന് നമ്മൾ വായുടെ ഡീപ്പ് എന്താണ് പാലറ്റൽ ആർച്ച് ഉണ്ടല്ലോ, പാലറ്റൽ ആർച്ചിനെ നമ്മൾക്ക് ഇത് എന്താണ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ടങ് സ്റ്റക്ക് എക്സസൈസ് ഉണ്ട്. നാക്കിനെ മുകളിലേക്ക് തള്ളിയിട്ട് നമ്മൾ എയർ സക്ക് ചെയ്യുക ഉള്ളിലേക്ക്, ഇങ്ങനെ. അപ്പൊ ആ ട എന്നുള്ളൊരു സൗണ്ട് വരില്ലേ? അപ്പം ആ പാലറ്റൽ ആർച്ചിലുള്ള മസിൽസ്, കാരണം സ്നോറിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാലറ്റൽ ആർച്ചിലുള്ള സോഫ്റ്റ് ടിഷ്യൂ യൂവുല, ഇതിന്റെ രണ്ടിന്റെയും ഒരു സാഗിങ് കാരണമാണ് ഈ പറയുന്ന ഒരു എന്താണ് സ്നോറിങ്ങിന്റെ ഒരു വൈബ്രേഷൻ വരുന്നത്. അപ്പൊ അതിന് ടങ് മുകളിലേക്ക് തള്ളി സ്റ്റക്ക് ചെയ്തിട്ട് ആർച്ച് നമ്മൾ എന്താണ് മുകളിലേക്ക് വലിയുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ആണ് ടങ്. ആ സൗണ്ട് വരില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ മുകളിലേക്ക് ത്രസ്റ്റ് ചെയ്യാം. അപ്പൊ ടങ്ങാണ് നമുക്ക് ഓറൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ജോ ആണ് അടുത്ത് ഇത്. അതുപോലെ ഡീപ് ത്രോട്ട് എക്സസൈസ് ഉണ്ട്. അത് പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഡീപ് ത്രോട്ട് എക്സസൈസസ് ആണ്. എന്നുള്ള ഒരു സൗണ്ട് ഒരു ഇതാണ്. പിന്നെ ജോയ് അല്ലെങ്കിൽ ലോവർ ജോ ഉപയോഗിച്ചിട്ടുള്ള മാൻഡിബിൾ, കാരണം ഇതിന്റെ സർജറിയിലും മാൻഡിബിളിന്റെ ഒരു ഏരിയ ഒരു എന്താണ് കറക്ഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഈ ഉറങ്ങുമ്പോൾ നമ്മുടെ താടിയെല്ല് സാഗ് ചെയ്യുന്നതുകൊണ്ടാണ് സ്നോറിങ് ഉണ്ടാവുന്നതിന് വേറൊരു പ്രധാനപ്പെട്ട കാരണം. അപ്പം
ഉപയോഗിക്കുന്ന ഒരു ഒരു എന്താണ് ഡിവൈസാണ് ചിൻ സ്ട്രാപ്പ്. ഇനിയിപ്പോൾ നമ്മൾ എക്സസൈസ് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട, അത് ആമസോണിൽ അവൈലബിൾ ആണ് ചിൻ സ്ട്രാപ്പ് ഒക്കെ. ഒരുതരം ഇങ്ങനെ കെട്ടുന്ന ഒരു സാധനമാണ്. ചിൻ സ്ട്രാപ്പ് യൂസ് ചെയ്യാം, ഈ പറയുന്ന സ്ട്രിപ്പ് യൂസ് ചെയ്യാം. ചിൻ സ്ട്രാപ്പ് കൂടാതെ ലോവർ ജോ അഗെയിൻസ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ബാ തുറക്കുന്നു. ലോവർ ജോ അല്ലെങ്കിൽ മൗത്ത് ഓപ്പണിംഗ് അഗെയിൻസ്റ്റ് പ്രഷർ ആണ് വേറൊരു സംഭവം. ദാറ്റ് വിൽ ഇൻക്രീസ് ദ ടോണിസിറ്റി ഓഫ് ഓൾ ദീസ് എന്താണ് ജോയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് വായയുടെ ഫ്ലോർ മസിൽസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ അത് ഉപകാരപ്പെടും. ജോ മൂവ്മെന്റ് അഗെയിൻസ്റ്റ് പ്രഷർ ആണ് മറ്റൊരു എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ സൈഡ് വൈസ് ജോ മൂവ് ചെയ്യുന്ന രീതിയിൽ അഗെയിൻസ്റ്റ് റെസിസ്റ്റൻസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് അത്തരം മൂവ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ആവാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സസൈസുകൾ. പിന്നെ ഈ പറയുന്ന ചെറിയ കൊച്ചു ഡിവൈസുകൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചിൻ സ്ട്രാപ്പ് പോലുള്ള ഈ പറയുന്ന വെയറബിൾസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഓവറോൾ എക്സസൈസ് ഇസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ മൊത്തം ശരീരത്തിന്റെ ടോൺ വർദ്ധിക്കുമ്പോൾ വായക്കകത്തുള്ള മസിൽസിന്റെയും ടോൺ വർദ്ധിക്കും. കാരണം നമ്മൾ മൊത്തം മസിൽസിന്റെ ഒരു എക്കോണമി ഉണ്ട്, ഒരു എന്താ പറയാ ഇന്റർ റിലേഷൻഷിപ്പ്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ജനറലൈസ് എക്സസൈസ് ചെയ്താലും, ഓട്ടവും ചാട്ടവും അതുപോലുള്ള എന്താണ് ജിം വർക്കൗട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെ മൊത്തം മസിൽസിന്റെ ടോണിൽ അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ പ്രത്യേകിച്ച് ജനറലൈസ്ഡ് എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് സ്പെസിഫിക് മസിൽ ഗ്രൂപ്പ് എക്സസൈസിനെ കുറിച്ചല്ല. സ്വിമ്മിങ് അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളുണ്ടല്ലോ, നടത്തം, ഓട്ടം പോലുള്ള, ജോഗിങ് പോലുള്ള സംഭവങ്ങൾ ബോഡിയുടെ മൊത്തം ടോണിസിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, വ്യായാമം ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ ഏറ്റെടുക്കുക. നമ്മുടെ പേഷ്യൻസിന്റെ അടുത്തും അത് അഡ്വൈസ് ചെയ്യുക. നമ്മൾ ഈ എക്സസൈസ് ഈ ജോയുടെ എക്സസൈസ് ഒക്കെ പറഞ്ഞത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണോ ചെയ്യേണ്ടത്? അതോ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട സമയമാണ്. അതല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യണം. നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് ഒരു ദിവസം 3 പ്രാവശ്യമൊക്കെ ഇത് ചെയ്യാം, ബെറ്റർ റിസൾട്ട് കിട്ടാൻ. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് നമ്മൾക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടുന്നതാണ്. ഡെയിലി 2-3 പ്രാവശ്യം അത് ചെയ്യണം. അതെ, എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. കാരണം നമ്മൾ കുറെ വർഷത്തെ ഇനാക്ടിവിറ്റി ഒക്കെ അവിടെ ഉണ്ട്. അത് മാത്രം പോരാ, ഡോക്ടർ പറഞ്ഞ ബാക്കി കാര്യങ്ങളും കൂടെ, ജനറൽ എക്സർസൈസ്, ഓട്ടം, സ്പീഡിൽ നിന്ന് ജോഗിങ്. വളരെ നന്ദി ഡോക്ടറെ. നല്ലൊരു വിഷയമാണ് ഡോക്ടർ എടുത്തത്. വളരെ പ്രയോജനമുള്ള ഒരു വിഷയമാണ്. നന്ദി ഡോക്ടറെ. താങ്ക് യു. ഓക്കെ, അറിയാമോ ഡോക്ടറെ, ഇനി കൂർക്കമ്പലിയെ കുറിച്ച് എന്തെങ്കിലും ഇതുപോലെ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ, എന്തായാലും കൂർക്കമ്പലി മാറ്റിയ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഡോക്ടറെ, കൂർക്കമ്പലിയും ഹാർട്ട് അറ്റാക്കും എന്നതിനെ കുറിച്ച് പൊതുവെ പല സംശയങ്ങളുണ്ട് ആൾക്കാർ. അതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ്? യെസ്, കൂർക്കമ്പലി ഇതിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് എയർവേ ഓബ്സ്ട്രക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള OSA പോലുള്ള കണ്ടീഷൻസിൽ അത് ഹൈപ്പോക്സിയ ഉണ്ടാക്കുന്നു. ക്രോണിക് ഹൈപ്പോക്സിയയുടെ ഒരു ഇത് കൊണ്ട് അതുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്ട് BP ആണ്. BP ക്യുമുലേറ്റീവ് BPയുടെ എഫക്റ്റ് ആയിട്ട്, അതുപോലെ ഈ ഹൈപ്പോക്സിയയുടെ വേറെ സംഭവമാണ് അറിത്മിയ, ഹൈപ്പോക്സിയ. ഈ 2 കണ്ടീഷൻസ് കാരണം, അതുപോലെ പാൽപിറ്റേഷൻ അഗെയിൻ, ഇതൊക്കെയാണ് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നത്. പിന്നെ കൂർക്കമ്പലിയുടെ എന്ന് പറയുന്നത് സ്ലീപ്പിന്റെ കൂർക്കമ്പലി സംഭവിക്കുന്ന സ്ലീപ്പിന്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. സ്ലീപ്പ് വിൽ ബി ലെസ്സർ ഇൻ ക്വാളിറ്റി. ഇപ്പൊ സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കംപ്ലീറ്റ് ഹോർമോണൽ ഡിസ്റെഗുലേഷൻ ഉണ്ടാക്കും. കാരണം നമ്മുടെ ഹോർമോണിന്റെ ബാലൻസ്, ഹോർമോണിന്റെ
പല രീതിയിലുള്ള ഇന്റഗ്രേഷനും ബാലൻസും പ്രിസർവ് ചെയ്യുന്നതിൽ നമ്മുടെ ഉറക്കത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സ്ലീപ്പ് ആപ്നിയ പോലുള്ള കണ്ടീഷൻസിൽ ഈ പറയുന്ന ഹോർമോണൽ ഡിസ്റെഗുലേഷൻ സംഭവിക്കുന്നത് കൊണ്ട് അത് എസ്പെഷ്യലി ഹോമോസിസ്റ്റൈൻ പോലുള്ള സംഭവങ്ങളിൽ, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കണ്ടീഷൻസ്, ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. സ്നോറിങ് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നം ഡിസ്റ്റർബ് സ്ലീപ്പാണ്. ഡിസ്റ്റർബ് സ്ലീപ്പ് അഗെയിൻ വിൽ കോസ് ഓൾ ദിസ് ഹോർമോണൽ ഡിസ്റെഗുലേഷൻ. അത് സ്വാഭാവികമായിട്ടും എന്താണ് ആൻജിയോടെൻസിൻ മെക്കാനിസം പോലുള്ള സംഭവത്തിനൊക്കെ ബാധിക്കും. അഡ്രീനൽ, അതുപോലെ കോർട്ടിസോൾ പോലുള്ള സംഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ ഡിസ്റെഗുലേഷൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതെല്ലാം സ്വാഭാവികമായിട്ടും കാർഡിയോ മെറ്റബോളിക് ഡിസോർഡേഴ്സിനെ പ്രൊവോക്ക് ചെയ്യുന്ന കോസസ് ആണ്, പെർപെച്വേറ്റിംഗ് കോസസ് ആണ്. അത് ലോങ് ടേമിൽ ഇത് ക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അക്യൂട്ട് ഫേസിൽ സ്വാഭാവികമായിട്ടും ഈ ടങ് ഉണ്ടാക്കുന്ന ചോക്കിംഗ്, അല്ലെങ്കിൽ സെസേഷൻ ഓഫ് ബ്രെത്ത് പോലുള്ള കണ്ടീഷൻസ് കാരണം ഉണ്ടാകുന്ന അക്യൂട്ട് കാഷ്വാലിറ്റിയും മോർബിഡിറ്റി അല്ലെങ്കിൽ മരണമൊക്കെ ഉണ്ടാവാം, മോർട്ടാലിറ്റി ഒക്കെ ഉണ്ടാവാം. പക്ഷെ ലോങ് ടേമിൽ കാർഡിയോ മെറ്റബോളിക് ഇത് ഉണ്ടാക്കുന്നത് ഹോർമോണൽ ഡിസ്റെഗുലേഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ. ഓക്കെ ഡോക്ടറെ, ഇനി ആർക്കെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടോ? ജയലളിത ഡോക്ടറെ സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ജയലളിത ഡോക്ടറെ? ഞാൻ മുഴുവൻ കേട്ടില്ല ഡോക്ടറെ, എന്റെ നെറ്റ് പോയി. അപ്പൊ വേറെ എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. എന്നാലും സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഇപ്പൊ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും കുറച്ച് ഏജ് ആയി കഴിയുമ്പോഴത്തേനും ഉറക്കമില്ല എന്ന് പൊതുവെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടുന്നില്ല എന്ന് ഇപ്പൊ പൊതുവെ കുറച്ച് ഏജ്ഡ്, ഒരു 50 വയസ്സിന് ശേഷമുള്ളവരൊക്കെ പൊതുവെ വന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഡോക്ടർ പറഞ്ഞോ ഇല്ലേ ഞാൻ കേട്ടില്ല. എന്നാലും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ചിലപ്പോ ഈ കൂർക്കം വലിച്ചു കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ വാ തുറന്ന് കിടക്കും, അപ്പൊ വാ ഡ്രൈ ആവും, അങ്ങനെ പെട്ടെന്ന് ഡ്രൈനെസ് വന്ന് അങ്ങനെ എഴുന്നേക്കുന്നതാണോ അതോ ഈ സ്നോറിങ് കൊണ്ട് എഴുന്നേക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് ഉറക്കം പിന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കേൾക്കാം. അത് തന്നെയാണോ കാരണം എന്നറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാൻ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഈ ഉറക്കം നമ്മൾക്ക് തടസ്സപ്പെടുകയും രണ്ടാമത് വീണ്ടും ഉറങ്ങാൻ സെക്കൻഡ് സ്ലീപ്പ്, നമ്മൾ ആർസനക് മാൽബത്തിന്റെ ഒക്കെ ഒരു സിംറ്റമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട സാധനമാണ്. സെക്കൻഡ് സ്ലീപ്പ് ഡിലേ ആവുന്നു അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് സ്നോറിങ് കൊണ്ട് മാത്രമല്ല, സ്നോറിങ് അല്ലാത്ത റീസൺ കൊണ്ട് നമ്മളിപ്പോ ഒരു ആള് സ്വപ്നം കണ്ട് എഴുന്നേക്കാം, നൈറ്റ് ടെറർ അല്ലെങ്കിൽ എന്താ പറയാ ഡ്രീംസ് കാരണം ഉണ്ടാവുന്ന, നൈറ്റ്മെയർ കാരണം ഉണ്ടാവുന്ന സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അതിലും നമുക്ക് സെക്കൻഡ് സ്ലീപ്പ്, അത് സ്ലീപ്പിന്റെ പലതരം ഘട്ടങ്ങളുണ്ട്. അതിൽ സ്ലീപ്പിന്റെ ഇൻഡക്ഷൻ, സ്ലീപ്പിന്റെ മെയിൻ്റെനൻസ്, ഇതിനൊക്കെ ബന്ധപ്പെട്ട സ്ലീപ്പിന്റെ എന്താണ് സ്റ്റേജസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ സ്ലീപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഈ സെഷൻ അല്ല, സ്ലീപ്പിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് സ്ലീപ്പിന്റെ സ്റ്റേജുകളെ കുറിച്ച്, സ്ലീപ്പിന്റെ ബയോകെമിസ്ട്രിയെ കുറിച്ച്, സ്ലീപ്പിന്റെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ച്, നമ്മൾ കോംപ്രമൈസ് സ്ലീപ്പിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി വേറെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ചില കാര്യങ്ങൾ ഓടിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഈ പറയുന്ന പക്ഷെ ഇവിടെ നമ്മൾ സ്നോറിങ് ക്യാൻ ബി വൺ ഓഫ് ദ റീസൺ, ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ലീപ്പിന്റെ ഡിസ്റപ്ഷനിൽ, സ്ലീപ്പ് മുറിയുന്നതിൽ, പ്രത്യേകിച്ച് OSAയുടെ കേസിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന എന്താണ് ശ്വാസ തടസ്സം കാരണം നമ്മൾ എഴുന്നേക്കാം, വായ ഡ്രൈ ആവുന്നത് കാരണം എഴുന്നേക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്നോറിങ് ക്യാൻ ബി വൺ ഓഫ് ദ വെരി സ്ട്രോങ് കോസ് ഫോർ സ്ലീപ്പ് ഡിസ്റപ്ഷൻ, ഒരു സംശയവുമില്ല. പക്ഷെ സ്ലീപ്പ് ഡിസ്റപ്ഷന്റെ ഒരേ ഒരു കാരണമല്ല സ്നോറിങ്. അത് ജയലളിത ഡോക്ടർ ആരെങ്കിലും അങ്ങനെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറിയാലോ അല്ലേ? ഇല്ല ഡോക്ടറെ, ശൈല ഡോക്ടറെ, അവർക്ക് കാരണം അറിഞ്ഞൂടാ. ഞാൻ അല്ല മനസ്സിലാക്കിയതാണ്. കൂർക്കമ്പലി ഉണ്ടോന്ന് മാത്രം ചോദിച്ചാൽ മതി. അതറിയില്ലല്ലോ പേഷ്യന്റ്, ബൈസ്റ്റാൻഡറിൽ അറിയുള്ളൂ. അല്ല ബൈസ്റ്റാൻഡറിനോട് ചോദിക്കാൻ പറയണം.
അല്ലേ? പേഷ്യന്റ് വന്ന് പറയണത് എനിക്കറിയില്ല, എഴുന്നേറ്റ് പോണ ഒരു കാരണവും ഇല്ല, എഴുന്നേൽക്കുന്നു ഡോക്ടറെ, പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്നാ പേഷ്യൻസ് വന്ന് പറയുന്നത്. അത് ആ, ഏകദേശം മെനപ്പോസ് ഒക്കെയാണ് ട്ടോ. മെനപ്പോസിലാണ് ഒന്നുകൂടി സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പറയുന്നത്. അതെ, മെനപ്പോസ് യഥാർത്ഥ കഴിഞ്ഞിട്ട്. മനസ്സിലായി. ഇതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ബൈ ഏജ്, നമ്മൾ കുറച്ചും കൂടി പ്രായം നമ്മൾ ഇങ്ങനെ കൂടുമ്പോൾ നമ്മുടെ മസിലിന്റെ ടോണ് സ്വാഭാവികമായിട്ടും കുറയുന്നു. കൂർക്കം വലി ഏത് ഉണ്ടാകാം, പ്രത്യേകിച്ച് പോളിപ്പുള്ള കുട്ടികൾക്ക് കൂർക്കം വലി ഉണ്ടാകാം, അല്ലെങ്കിൽ അഡിനോയിഡ്സ് ഉള്ള കുട്ടികൾക്ക് കൂർക്കം വലി ഉണ്ടാകാം. ടോൺസിൽസ് അഗെയിൻ ക്യാൻ കോസ് കൂർക്കം വലി, അത് കുട്ടികളുടെ കേസിൽ. അതല്ലാതെയും പൊണ്ണത്തടിയുള്ള കുട്ടികൾക്ക് കൂർക്കം വലി ഉണ്ടാകാം. പക്ഷെ നമ്മൾ പ്രായം, ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു പ്രായം കഴിയുമ്പോഴേ, അല്ലെങ്കിൽ പെരിമെനോപോസ്, അല്ലെങ്കിൽ നമ്മൾ ഒരു 50-60 വയസ്സൊക്കെ പോകുമ്പോൾ കൂർക്കം വലിയുടെ സാധ്യത വളരെയേറെ കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മസിൽ ടോൺ കുറയുന്നതുകൊണ്ടാണ്. മസിൽ ടോൺ കുറയുമ്പോൾ ആ മസിൽ ടോണിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ചെയ്യേണ്ടത്. രോഗിയുടെ കേസ് എടുക്കുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും രോഗിയുടെ കൂർക്കം വലിയുടെ, കൂർക്കം വലി നേരത്തെ പറഞ്ഞില്ലേ, രോഗിക്ക് അതിന്റെ കഥ അറിയില്ല. കൂടെയുള്ള ആൾക്ക് മാത്രമേ കൂർക്കം വലിയുടെ കഥ അറിയുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന ചില പ്രധാനപ്പെട്ട കണ്ടീഷൻസിൽ, ഈ പറയുന്ന കാർഡിയോ മെറ്റബോളിക് ഡിസീസസ് പലതും, ഡയബറ്റീസ് അടക്കമുള്ള, ഹൈപ്പർ ടെൻഷൻ പോലുള്ള, സ്നോറിങ്ങും സ്ലീപ്പ് മാനേജ്മെന്റും സ്ലീപ്പിന്റെ ക്വാളിറ്റിയും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. സ്പെസിഫിക്കലി അത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരിക്കണം. അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഇന്റലിജൻസ് കിട്ടും. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ സ്ലീപ്പ് കോംപ്രമൈസ്ഡ് ആണ്. പിന്നെ സ്ലീപ്പ് കോംപ്രമൈസ്ഡ് ആയി കഴിഞ്ഞാൽ വേറെ സെറ്റ് ഓഫ് കണ്ടീഷൻസ്, ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് നമുക്കുണ്ട്. സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്, പകലുണ്ടാവുന്ന ഉറക്കം ഉണ്ടാവില്ല, ഉന്മേഷക്കുറവ്, പല രീതിയിലുള്ള വേദനകൾ, മോർണിംഗ് ഹെഡേക്ക്, ഇതൊക്കെ കോംപ്രമൈസ് സ്ലീപ്പിന്റെ ഒരു കാരണമാണ്. അപ്പം സ്ലീപ്പ് കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ അവിടെ എന്താണ് കാരണം, അത് സ്നോറിംഗ് ആണോ അല്ലാത്തതാണോ? ഇനി പലതരം കാരണങ്ങൾ കൊണ്ട് ഉറക്കം കുറഞ്ഞ ഒരാൾക്ക് ആ ഉറക്കക്കുറവിന്റെ ഭാഗമായിട്ട് സ്നോറിങ്ങും കൂടെ വരാം. കാരണം ക്വാളിറ്റി സ്ലീപ്പ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്നോറിങ് അവിടെ വരും. അപ്പൊ ഇതൊക്കെ ഒരു വിഷ്യസ് സൈക്കിളാണ്, കണക്റ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കോമൺ ആയിട്ട് എന്തെല്ലാം മെഡിസിൻസ് ആ സമയത്ത് ഒരു സാധാരണ പൊതുവായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഉറക്കം കുറഞ്ഞൊരു അവസ്ഥയിൽ നമ്മളുടെ ഹോമിയോപ്പതിയിലെ മെഡിസിൻസ് എന്തെല്ലാം കൊടുക്കാം? ഞാൻ വിചാരിക്കുന്ന കാലിഫോസ്, പിസിഡിയ, പാസിഫ്ലോറ, ഇതെല്ലാം അതിന് വരുന്നുണ്ട്. ഡോക്ടറുടെ അഭിപ്രായം ഒന്ന് പറയാവോ? എനിക്ക് തോന്നുന്നത് ആ കേസ് ടേക്കിംഗ് നമ്മൾ കിട്ടുന്ന ചില കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. കൂടാതെ ഈ പറഞ്ഞ പാസിഫ്ലോറയോ അല്ലെങ്കിൽ എന്താണ് ലാക്ടസിസ് പോലുള്ള മെഡിസിൻസ്, സെപ്പിയ, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും എനിക്ക് ഇതിലൊക്കെ ഇത് കിട്ടുക. കാരണം ഇത് ഈ ഹോർമോണൽ ഡിസ്റെഗുലേഷനുമായി ബന്ധപ്പെട്ട മെഡിസിൻസ് ആണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ റിലേറ്റഡ് വിത്ത് മെനപ്പോസ് അല്ലേ? അതല്ലേ ഇപ്പൊ ഡോക്ടർ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, അത് ഹോർമോണൽ ഡിസ്റെഗുലേഷന് സ്പെസിഫിക് ആക്ഷനുള്ള മരുന്നുകൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ ഡോക്ടറെ, താങ്ക് യു. ഓക്കെ ജയലളിത ഡോക്ടറെ, സംശയങ്ങളൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഷഫീഖ് ഡോക്ടർ ഉണ്ടല്ലോ. ഷഫീഖ് ഡോക്ടർ എന്ത് പറയുന്നു? അൺമ്യൂട്ട് സംസാരിക്കാമോ ഡോക്ടറെ? ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് സംസാരിക്കാമോ? കേൾക്കാമോ? കേൾക്കാം. അല്ല ഡോക്ടർ, ഞാൻ കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ ഇടയ്ക്ക് 1-2 കോൾ വന്നുകൊണ്ട് കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഈ സ്ലീപ്പിംഗ് അപ്നിയ വരുന്നത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? എന്തുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചത്? ഈ സ്നോറിങ്ങും സ്ലീപ്പിംഗ് അപ്നിയായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ഡോക്ടർ എന്തോ സ്ലീപ്പിംഗ് അപ്നിയുടെ കാര്യം ഇടയ്ക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നി, കേട്ടു. നമ്മൾ സ്നോറിങ്ങിന്റെ കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊന്ന് സിമ്പിൾ സ്നോറിങ്. ഓക്കെ, സിമ്പിൾ സ്നോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് അല്ലാത്ത, പൊതുവെയുള്ള വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാത്ത, സാധാരണ ഈ എയർവേ കഞ്ചഷൻ കാരണം ഉണ്ടാകുന്ന സ്ലീപ്പ് ഇതാണ് സ്നോറിംഗ് ആണ്. സ്നോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്നോറിങ്ങിന്റെ വലിയൊരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് സ്ലീപ്പ് ആപ്നിയ. സ്ലീപ്പ് ആപ്നിയയിൽ സ്നോറിംഗ് ഉണ്ടാകുന്നു. അതുകൂടാതെ ബ്രെത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മറ്റൊരു കാര്യം. അതുപോലെ സ്ലീപ്പ് ആപ്നിയയിൽ സ്നോറിംഗ് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്.
സ്നോറിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് സ്ലീപ്പ് ആപ്നിയ, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ്. നമ്മൾ സ്നോറിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സ്ലീപ്പ് ആപ്നിയ റിലേറ്റഡ് സ്നോറിങ്ങും നോൺ സ്ലീപ്പ് ആപ്നിയ റിലേറ്റഡ് സ്നോറിങ്, അങ്ങനെയാണ് നമ്മൾ അതിനെ 2 രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് സ്ലീപ്പ് ആപ്നിയ. അത് നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ലീപ്പ് അപ്നിയ അതാണ് എനിക്ക് ഇങ്ങനെ സ്നോറിങ് ഇല്ലാത്ത പേഷ്യന്റിന് സ്ലീപ്പ് അപ്നിയ ഉള്ള കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെ അതെ അതെ. പിന്നെ ഡോക്ടർ ക്ലൈമാറ്റിക് ഏജിലാണ് ഇങ്ങനെ അപ്പം അതിനുള്ള മെഡിസിൻസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അപ്പൊ ഗ്രാഫൈറ്റിസ് പോലുള്ള മെഡിസിൻസ് ഒക്കെ എഫക്റ്റീവ് ആയിരിക്കും അതിന്? തീർച്ചയായിട്ടും. അതെ, ഇഫ് ഇറ്റ് കവേഴ്സ് ദ എന്താണ് പർട്ടിക്കുലേഴ്സ്. ഓക്കെ ഡോക്ടറെ, താങ്ക് യു. ഓക്കെ ഷഫീഖ് ഡോക്ടറെ, അപ്പോ ഇനി ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുമ്പോഴേക്കും വീണ്ടും നമ്മുടെ സെപ്റ്റംബർ 28-ാം തീയതിയിലത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ മാസം 30 വരെ, ആഗസ്റ്റ് 30 വരെ 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. എത്രയും വേഗത്തിൽ നിങ്ങൾ എല്ലാവരും, ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക, നമ്മുടെ പ്രോഗ്രാം ഒരു വലിയ വിജയമാക്കി തീർക്കുക. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എത്രയും വേഗത്തിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് ഒന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അമ്പാടിയമ്മയുണ്ടല്ലോ, കേട്ടായിരുന്നോ? അമ്പാടിയമ്മയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? അമ്പാടിയമ്മയുണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഉള്ള സമയമായി. എന്തായാലും സ്നോറിങ് എല്ലാവരും ദിവസവും ക്ലിനിക്കുകളിൽ നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അതിന്റെ കാരണങ്ങളും അതിന്റെ എന്തൊക്കെ തരത്തിലാണ് സ്നോറിങ് ഉള്ളത്, ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് നല്ലൊരു അവയർനെസ് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ജയലളിത ഡോക്ടറെ ക്ഷണിക്കും. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഓക്കെ ഡോക്ടറെ, നമ്മളുടെ ലൈഫിൽ എന്നും നമ്മൾക്ക് നിത്യം ആവശ്യമുള്ള സംഗതിനെ കുറിച്ചാണ്, ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഡോക്ടറിന്റെ ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. വെരി യൂസ്ഫുൾ. പക്ഷെ എനിക്ക് തോന്നണം മുഴുവനായിട്ടില്ലെന്ന്, ഇനിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മളുടെ എന്നും ജീവിതത്തിൽ നമ്മൾ സ്വയം അനുഭവിക്കുന്നതും കൂടിയാണിത്. നമുക്ക് ഇപ്പൊ പ്രായമായി വരുംതോറും നമ്മളായാലും ഇതെല്ലാം തരണം ചെയ്ത് പോവേണ്ട ഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ലൊരു അവയർനെസ് ക്ലാസ് തന്ന ഡോക്ടർക്ക് IAPHന്റെ പേരിൽ നന്ദി പറയണം. വീണ്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരണമെന്നും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കൂടുതൽ ഉപകാരപ്രദമായ ക്ലാസ്സുകൾ അലോങ് വിത്ത് തിയറപ്യൂട്ടിക്സ് ഡോക്ടർ തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇവിടെ IAPHലെ ഡോക്ടേഴ്സിന്റെ പേരിലും ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ജയലളിത ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഡോക്ടർ ഇനി നല്ല ക്ലാസ്സുകളുമായി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം.